അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കല്ലൂസിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കല്ലൂസ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ നിന്ന് മാറ്റിയിട്ട് തൊട്ടിയിലോട്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അത് എഴുന്നേറ്റിട്ടൊന്ന് ഉറക്കച്ചവടമൊക്കെ നേരെ ആവുന്നത് വരെ ഞാനും കല്ലൂസും ചുമ്മാ കുറച്ച് ഇങ്ങനെ കളിക്കും. അല്ലാതെ നേരിട്ട് അവളെ ബ്രഷ് ചെയ്യിപ്പിക്കാനൊക്കെ പോയാൽ അവൾക്ക് ആ മൂഡ് ശരിയില്ലെങ്കിൽ തീരെ വിടില്ല. അത് കഴിഞ്ഞ് ഞാൻ ബ്രഷ് ചെയ്യിപ്പിക്കാനായിട്ട് പോയി. അപ്പോൾ എപ്പോഴും അങ്ങനെ ബ്രഷൊന്നും ചെയ്യിക്കാറില്ല, 2-3 ദിവസം കൂടുമ്പോൾ. അല്ലാതെ ഞാൻ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് പല്ല് തേപ്പിച്ച് കൊടുക്കാറാണ് പതിവ്. 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം അവൾ ഈ പാവേനോട് കളിക്കും. അവൾ ഉറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ഫസ്റ്റ് നോക്കുന്നത് ഈ പാവേനെയാണ്. അതിനെ ഉറക്കും, ഉമ്മ കൊടുക്കും, കളിപ്പിക്കും. അതൊക്കെ ചെയ്ത് കുറച്ചൊന്ന് അവളെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് അരിയും കടലയും കൂടെ പൊങ്ങിച്ചതായിരുന്നു. അപ്പോൾ കടല ഞാൻ നോക്കിയിട്ടേ കൊടുക്കൂ, അപ്പോൾ ഞാൻ ഉടച്ചിട്ടേ കൊടുക്കൂ. അവൾ അരി മാത്രം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പാലും അതിൻ്റെ കൂടെ 1 സ്പൂണ് ഹോർലിക്സും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡെയിലി ഹോർലിക്സ് ഒന്നും കൊടുക്കാറില്ല, അതുപോലെ തന്നെ പാലും കൊടുക്കാറില്ല, കഫക്കെട്ട് വരുന്നതുകൊണ്ട്. എപ്പോഴെങ്കിലും 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ കുടിക്കും. അത് അവൾക്ക് ഇഷ്ടമല്ല, അവളിങ്ങനെ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നല്ലവണ്ണം വിശന്ന ടൈമാണെങ്കിൽ കുടിക്കും. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞാക്കിയിട്ട് കുറച്ച് ആ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ആക്കിയ സാധനം അവൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറുക്ക് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് അതും കഴിച്ചിട്ട് ഹോർലിക്സ് കുടിച്ചതുകൊണ്ട് ഞാൻ വേറെ ഒന്നും കൊടുത്തില്ല. അപ്പോൾ അവളെ കളിക്കാനാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ കുറച്ച് ഫ്ലാഷ് കാർഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവൾക്ക് കളിക്കാനായിട്ട്. അതിപ്പോൾ എനിക്ക് തന്നെ വിനയായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം ഒരു 10-20 തവണ അതിനൊക്കെ പറക്കി വെക്കേണ്ടതായിട്ട് വരലുണ്ട്. പെട്ടെന്ന് തന്നെ ഉറക്കം വന്നുകൊണ്ട് വീണ്ടും അവൾ ഉറങ്ങി. സാധാരണ കുളിപ്പിച്ചിട്ടാണ് ഉറക്കാറ്, പക്ഷേ ഇന്ന് നേരത്തെ ഉറങ്ങി. അവൾ എഴുന്നേൽക്കുമ്പോഴത്തേനും ഞാൻ കുറുക്കാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കുറുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അംഗനവാടി കിട്ടുന്ന അമൃതം പൊടിയാണ് കൊടുക്കാറ്. ഇപ്പോൾ ഒരു നേരം അങ്ങനെ മാത്രമേ കുറുക്ക് കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ 2 നേരം. അല്ലെങ്കിൽ ഞാൻ മുത്താറി, അമൃതം പൊടി ഇതൊക്കെ മാറി മാറി കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അമൃതം പൊടിയെ കൊടുക്കാറുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ താഴെ തറവാട് വീട്ടിലോട്ട് പോയി. അവിടെ വാവായിരുന്നു. ഇത് 2-3 ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അവിടെ വാവായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ ഒരു പൂച്ചയുണ്ട് അവൾക്ക് കളിക്കാനായിട്ട്. അപ്പോൾ അതിനെ ഓടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവൾക്കങ്ങനെ പൂച്ച, പശു, അതുപോലെ താറാവ്, കോഴി ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അത് കഴിഞ്ഞ് ചോറ് കഴിച്ചു. അവൾ ചോറൊന്നും കഴിച്ചൊന്നുമില്ല, ചുമ്മാ എൻ്റെ കൂടെ ഇരുന്നേ ഉള്ളൂ. ഞാൻ വാരിക്കൊടുക്കുമ്പോൾ ഒട്ടും കഴിക്കത്തുമില്ല, അവൾക്ക് ഒറ്റയ്ക്ക് തന്നെ കഴിക്കണം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അവൾക്ക് എപ്പോഴും ചോക്ലേറ്റ് ഒന്നും കൊടുക്കാറില്ല. ഇത് കിറ്റ്കാറ്റ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം കൊടുത്തതാണ്. അത് ഇഷ്ടത്തോടെ കഴിച്ചു. അത് കഴിച്ചതിൻ്റെ ആ ഒരു അവസ്ഥയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുഖമൊക്കെ കഴുകിക്കൊടുത്ത് ഏകദേശം രാത്രി ആവാറായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ സമയം കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രിയായി, അവൾ കളിക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാത്രി കുറച്ച് സമയം കളിക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയത്തെ ഫുഡൊന്നും കൊടുക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോപ്കോൺ ഉണ്ടാക്കിയിരുന്നു, അത് കഴിച്ചു. പിന്നെ രാത്രി ചോറൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഉറക്കിയത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.